തിരുവനന്തപുരം നെടുമങ്ങാട്ട് പോലീസുകാർക്ക് നേരെയുണ്ടായ ഗുണ്ട ആക്രമണത്തിൽ 12 പേർ അറസ്റ്റിലായി. കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ സ്റ്റാമ്പർ അനീഷ് ഉൾപ്പെടെയുള്ള സംഘമാണ് അറസ്റ്റിലായത്. നിരോധനം ലംഘിച്ച് ഗുണ്ടകളെ അണിനിരത്തി നടത്തിയ ബർത്ത്ഡേ പാർട്ടി തടയാനെത്തിയ പോലീസുകാരെയാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ SHO അടക്കമുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 10:30 സംഭവം. ഗുണ്ടാ സംഘങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ജന്മദിനാഘോഷം തടയാനെത്തിയ പോലീസുകാർക്കാണ് മർദ്ദനമേറ്റത്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ സ്റ്റാമ്പർ അനീഷ് തലസ്ഥാനത്തെ ഗുണ്ടകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജന്മദിനാഘോഷം നടത്താൻ നിശ്ചയിച്ച വിവരം പോലീസ് ഇടപെട്ട് തടഞ്ഞു. ഇത് കൂട്ടാക്കാതെ 20-ലധികം ഗുണ്ടകളെ ഉൾപ്പെടുത്തി പിറന്നാളാഘോഷം സംഘടിപ്പിച്ചു. ഇതറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് പോലീസും ഗുണ്ടാ സംഘങ്ങളുമായി വാക്കേറ്റമുണ്ടാവുകയും ഗുണ്ടാ സംഘങ്ങൾ ചേർന്ന് പോലീസുകാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്തു. നെടുമങ്ങാട് SHO രാജേഷ് കുമാർ അടക്കമുള്ള പോലീസുകാർക്ക് മർദ്ദനമേറ്റു. ഏറെ നേരത്തെ സംഘർഷത്തിനൊടുവിൽ സ്റ്റാമ്പർ രാജേഷ് ഉൾപ്പെടെയുള്ള സംഘത്തെ പോലീസ് കീഴ്പ്പെടുത്തി. കേസിൽ ഇതുവരെ 12 പ്രതികളെ അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസ് വാഹനം തടയൽ എന്നീ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. കേസിൽ സ്ത്രീകളടക്കമുള്ള കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മർദ്ദനത്തിൽ പരിക്കേറ്റ പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.